ഹലോ കുട്ടികളെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ? ഇന്നത്തെ വീഡിയോ 11ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ക്ലാസ് 11ലെ ഫിസിക്സിലെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൂടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? ഇലാസ്റ്റിസിറ്റി, പ്ലാസ്റ്റിസിറ്റി, അതുപോലെ ഡിഫോമിംഗ് ഫോഴ്സ്, റെസ്റ്റോറിംഗ് ഫോഴ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. അപ്പൊ സ്ട്രെസ്സും സ്ട്രെയിൻ എന്താണെന്നുള്ളത് ഒന്ന് റീകളക്ട് ചെയ്ത് വെക്കുക. കാരണം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൂക്സ് ലോ, വിച്ച് ഇസ് ഗിവിംഗ് യു എ റിലേഷൻ ബിറ്റ്വീൻ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. അപ്പൊ സ്ട്രെസ്സും സ്ട്രെയിനും എന്താണെന്ന് ഒന്ന് ഓർത്ത് നോക്കി. എന്താണ് സ്ട്രെസ് എന്ന് വെച്ചാൽ? ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് റെസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. സ്ട്രെയിൻ എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ദ ഒറിജിനൽ ഡയമെൻഷൻ. 3 ടൈപ്പ് ഓഫ് സ്ട്രെസ് നമ്മൾ പഠിച്ചിരുന്നു. എന്തൊക്കെയായിരുന്നു അത്? ഒന്നാമത്തേത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. ചേഞ്ച് ഇൻ ലെങ്ത് വരുമ്പോൾ അതിൽ ഇൻക്രീസ് ഇൻ ലെങ്ത് ആണെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിനെ നമുക്ക് മറ്റൊരു പേരിൽ വിളിക്കാം. എന്താണ്? ടെൻസൈൽ സ്ട്രെസ്. ഡിക്രീസ് ഇൻ ലെങ്ത് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ കംപ്രസീവ് സ്ട്രെസ് എന്ന് പഠിച്ചു. ഇനി ചേഞ്ച് ഇൻ ഷേപ്പ്, കുറച്ചൊരു ഓറിയന്റേഷൻ, ഒരു ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരായിരുന്നു ഷിയർ സ്ട്രെസ് എന്നുള്ളത്. പിന്നെ പഠിച്ചതാണ് വോളിയോമെട്രിക് സ്ട്രെസ്. ചേഞ്ച് ഡിക്രീസ് ഇൻ വോളിയം ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോളിയം. വോളിയോമെട്രിക് സ്ട്രെസ്സിൽ എപ്പോഴും വോളിയം ഇസ് ഗോയിങ് ടു ഡിക്രീസ്. അതുകൊണ്ടാണ് -Δv ഡിവൈഡഡ് ബൈ v എന്നാണ് വോളിയോമെട്രിക് സ്ട്രെയിൻ നമ്മൾ ഫോർമുല എഴുതിയിട്ടുണ്ടായിരുന്നത്. റൈറ്റ്. ഈ 3 തരത്തിലുള്ള സ്ട്രെസ്സും സ്ട്രെയിനും നമ്മൾ പഠിച്ചു. ഇനി ഹൂക്സ് ലോ എന്താണെന്ന് നോക്കാം. ഈ ചാപ്റ്ററിൽ നമ്മൾ ആകെ ഒരു ലോ മാത്രമേ പഠിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോ ആണ്. ഓക്കെ, ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ്. ഓക്കെ, ഈ ഹൂക്സ് ലോ എപ്പോഴാണ് വാലിഡ് ആവുന്നത്? വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ്. ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു വസ്തു നമ്മൾ ഡിഫോം ചെയ്യാനായിട്ട് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്ത് ആ ഡിഫോമിംഗ് ഫോഴ്സ് പിൻവലിക്കുമ്പോൾ, വെൻ യു റിമൂവ് ദ ഡിഫോമിംഗ് ഫോഴ്സ്, ദ ഒബ്ജക്ട് ഹാസ് ടു കം ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ കോൺഫിഗറേഷൻ. അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. ചില സമയത്ത് നമ്മൾ ഒത്തിരി ഫോഴ്സ് കൊടുത്താൽ എന്ത് സംഭവിക്കും? പെർമനന്റ് ആയിട്ട് അതിന്റെ ഷേപ്പോ ലെങ്തോ ഏരിയ ഒക്കെ മാറിപ്പോകും. അങ്ങനെ വരുമ്പോൾ ഹൂക്സ് ലോ വാലിഡ് അല്ല. ഹൂക്സ് ലോ ഇസ് വാലിഡ് only within the elastic limit. That is, when you remove the deforming force, the object has to come back to the original configuration. അപ്പോൾ ഹൂക്സ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ ഈ ഒരു ക്ലോസ് നിർബന്ധമായിട്ട് എഴുതണം. Within the elastic limit, stress is directly proportional to strain. Stress is directly proportional to strain. ഇതാണ് ഹൂക്സ് ലോയുടെ സ്റ്റേറ്റ്മെന്റ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് ഒരു കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി എഴുതാം അല്ലെ? വിച്ച് ഇസ് ഈക്വൽ ടു ഇ ആണ് ഇവിടുത്തെ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. ഈ ഇനെ പറയുന്ന പേരാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഹൂക്സ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് stress is directly proportional to strain, or stress is equal to E into strain. ഈ ഒരു E നെ പറയുന്ന പേരാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പൊ ശരിക്കും മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് റേഷ്യോ ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള ഒരു റേഷ്യോനെയാണ് നമ്മൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. സ്ട്രെസ് എന്താണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഇറ്റ് ഈസ് റെസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. അതുകൊണ്ട് തന്നെ സ്ട്രെസ്സിന്റെ SI യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഫോഴ്സ് ബൈ ഏരിയ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. സ്ട്രെയിൻ എന്ന് വെച്ചാൽ എന്താണ്? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. നമുക്ക് ജനറലി എന്ത് പറയാം? ചേഞ്ച് ഇൻ കോൺഫിഗറേഷൻ ടു ദ ഒറിജിനൽ കോൺഫിഗറേഷൻ. ചേഞ്ച് ഇൻ ലെങ്ത് ഒറിജിനൽ ലെങ്ത്, ചേഞ്ച് ഇൻ വോളിയം ഒറിജിനൽ വോളിയം. ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ സ്ട്രെയിന് യൂണിറ്റ് ഇല്ല. യൂണിറ്റ് ഇല്ലാത്തൊരു ക്വാണ്ടിറ്റിയാണ് സ്ട്രെയിൻ. അപ്പൊ സ്ട്രെസ്സിന്റെ യൂണിറ്റ് തന്നെയാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ യൂണിറ്റ് ആയിട്ട് വരിക. കാരണം സ്ട്രെയിന് യൂണിറ്റ് ഇല്ല പ്രത്യേകിച്ച്. അപ്പൊ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആണ്. അതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇത്രയും മനസ്സിലായല്ലോ? ഹൂക്സ് ലോ എന്ന് പറയുന്നത് within the elastic limit, stress is directly proportional to strain. Ratio of stress and strain is called modulus of elasticity, and its SI unit is Newton per meter square. നമ്മൾ 3 തരത്തിലുള്ള സ്ട്രെസ് പഠിച്ചിരുന്നു അല്ലെ? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്, ഷിയർ സ്ട്രെസ് ആൻഡ് വോളിയോമെട്രിക് സ്ട്രെസ്. അപ്പോൾ ഈ 3 തരത്തിലുള്ള റേഷ്യോ എടുക്കുമ്പോൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിക്ക് പ്രത്യേകം പേരുകളുണ്ട്. ഓക്കെ, ഒന്നാമത് നമ്മൾ പഠിക്കുന്നത് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, ഒന്നാമത്തെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിന്റെ പേരാണ് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, അതിന് നമ്മൾ കൊടുക്കുന്ന സിമ്പിൾ എന്ന് പറയുന്നത് Y ആണ്, വിച്ച് ഇസ് എ റേഷ്യോ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിന്റെയും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനിന്റെയും റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് യങ്സ് മോഡുലസ് എന്ന് പറയാം. ജനറലി സ്ട്രെസ് ടു സ്ട്രെയിൻ റേഷ്യോനെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നു. അത് ലോഞ്ചിറ്റ്യൂഡിനലിന്റെ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് അതിനെ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയാം. ഓക്കെ, സ്ട്രെസ്സിന്റെ ഫോർമുല എന്തായിരുന്നു? ഫോഴ്സ് അപ്പോൺ ഏരിയ, F ഡിവൈഡഡ് ബൈ A ആണ്. റൈറ്റ്. അതുപോലെ
ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്തായിരുന്നു? ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. ചേഞ്ച് ഇൻ ലെങ്ത്തിന് നമുക്ക് ഡെൽറ്റ എൽ എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ എന്ന് പറയുമ്പോൾ അത് മുകളിൽ പോകും. ബൈ ഒറിജിനൽ ലെങ്ത് ഇസ് എൽ. അപ്പോൾ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ ഫോർമുലയാണ് എഫ് എൽ ഡിവൈഡഡ് ബൈ എ ഇൻടു ഡെൽറ്റ എൽ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. ഈ ചാപ്റ്ററിൽ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ ഈ ഒരു ഫോർമുല ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, പലപ്പോഴും ചിലപ്പോൾ നമുക്ക് ഫോഴ്സ് തന്നിട്ടുണ്ടാവില്ല. ഒബ്ജക്ട് ഓഫ് മാസ് എം is hung on a wire എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതായത് ഒരു വയറിൽ ഒരു മാസ് എം ഇങ്ങനെ കൊളുത്തി വെച്ച് കഴിഞ്ഞാൽ എന്നൊക്കെ പറയും. ആ സമയത്ത് ഫോഴ്സിന് പകരം നമുക്ക് എന്ത് എഴുതാം? എം ജി എന്ന് എഴുതാം. എൽ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ തരുന്നതിന് പകരമായിട്ട് റേഡിയസ് ഓഫ് ദ വയർ തരും. ഓക്കെ, ഒരു വയറിന്റെ ക്രോസ് സെക്ഷന്റെ ഷേപ്പ് എന്തായിരിക്കും? സർക്കുലർ ഷേപ്പ് ആണ്. അപ്പൊ ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് പകരം നമുക്ക് പൈ ആർ സ്ക്വയർ എന്ന് എഴുതാം ഡെൽറ്റ എൽ. അപ്പൊ ഈ ഒരു ഫോർമുലയും കൂടെ വാലിഡ് ആണ്. എഫ് എൽ ഡിവൈഡഡ് ബൈ എ ഇൻടു ഡെൽറ്റ എൽ ആണ്. എഫിന് പകരം മാസ് ആണ് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എം ജി എൽ ഡിവൈഡഡ് ബൈ ഏരിയക്ക് പകരം റേഡിയസ് തന്നിട്ടുണ്ടെങ്കിൽ പൈ ആർ സ്ക്വയർ ഡെൽറ്റ എൽ എന്ന് എഴുതാം. യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ എസ് ഐ യൂണിറ്റ് എന്തായിരിക്കും? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും അല്ലെ. യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റീരിയൽ. നമ്മൾ y is equal to mgl divided by pi r square delta l എന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും y does not depend on the length, does not depend on the area, does not depend on the mass which is hung on it. Okay, സ്ട്രെസ് ഇതിനൊക്കെ മാസിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ y യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റീരിയൽ. നമുക്ക് സ്റ്റീൽ എന്ന് പറയുന്ന മെറ്റീരിയലിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള യങ്സ് മോഡുലസ് ഉണ്ട് 2 × 10⁻11. അത് നമ്മൾ എത്ര മീറ്റർ ഉള്ള സ്റ്റീൽ എടുത്താലും എത്ര തിക്നെസ് ഉള്ള സ്റ്റീൽ എടുത്താലും അതിന്റെ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് 2 × 10⁻11 ആണ്. അപ്പൊ യങ്സ് മോഡുലസ് ഇസ് ദ property of the material, depends only on the nature of the material. Okay, ഫോർമുല ഇതാണ് mgl divided by pi r square delta l. ഇനി രണ്ടാമത്തെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ പേരാണ് ഷിയർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, അല്ലെങ്കിൽ നമ്മൾ റിജിഡിറ്റി മോഡുലസ് എന്ന് പറയാറുണ്ട്. ഓക്കെ, ഷിയർ മോഡുലസ് അല്ലെങ്കിൽ റിജിഡിറ്റി മോഡുലസ്. ഓക്കെ, റിജിഡിറ്റി മോഡുലസിന് നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ ആണ് ക്യാപിറ്റൽ ജി എന്ന് പറയുന്ന സിമ്പിൾ ആണ് യൂസ് ചെയ്യാറുള്ളത്. ഷിയർ മോഡുലസ് ഓർ റിജിഡിറ്റി മോഡുലസ്. ഇതിന്റെ ഫോർമുല എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഷിയർ സ്ട്രെയിൻ. റേഷ്യോ ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെ. അപ്പൊ ലോഞ്ചിറ്റ്യൂഡിനലിന്റെ റേഷ്യോ എടുത്തപ്പോൾ നമ്മൾ യങ്സ് മോഡുലസ് എന്ന് വിളിച്ചു. ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ നമുക്ക് റിജിഡിറ്റി മോഡുലസ് എന്ന് പറയാം. സ്ട്രെസിന്റെ ഫോർമുല അത് ഷിയർ സ്ട്രെസ് ആണെങ്കിലും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ആണെങ്കിലും വോള്യൂമെട്രിക് സ്ട്രെസ് ആണെങ്കിലും സ്ട്രെസിന്റെ ഫോർമുല ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. റൈറ്റ്, ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ഇൻടു ഷിയർ സ്ട്രെയിന്റെ ഫോർമുല എന്തായിരുന്നു? ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ദ ലെങ്ത് ഓഫ് ദ സൈഡ് ലെങ്ത് അല്ലെ. ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ എൽ എന്നാണ് നമ്മൾ പഠിച്ചിരുന്നത്. സോ എഫ് എൽ ഡിവൈഡഡ് ബൈ എ ഇൻടു ഡെൽറ്റ എക്സ് എന്നുള്ളതാണ് റിജിഡിറ്റി മോഡുലസിന്റെ ഫോർമുല ആയിട്ട് വരുന്നത്. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ തന്നെയാണ് ഇതിന്റെയും എസ് ഐ യൂണിറ്റ് ആയിട്ട് വരുന്നത്. കാരണം സ്ട്രെയിൻ യൂണിറ്റ് ഇല്ല. എല്ലാ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിക്കും ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നുള്ളതാണ് എസ് ഐ യൂണിറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ റിജിഡിറ്റി മോഡുലസ് ഓർ ഷിയർ മോഡുലസ് എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ ആണ്. ജി ആണ് സിമ്പിൾ യൂസ് ചെയ്യുന്നത്. എഫ് എൽ ഡിവൈഡഡ് ബൈ എ ഇൻടു ഡെൽറ്റ എക്സ്. ഈ ഡെൽറ്റ എക്സ് അപ്പോൺ എല്ലിന് പകരമായിട്ട് നമ്മൾ തീറ്റാന്നും കൂടെ ഷിയർ മോഡുലസിന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഐ മീൻ ഷിയർ സ്ട്രെയിനിന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷിയർ മോഡുലസ് ഓർ റിജിഡിറ്റി മോഡുലസിന് എഫ് ഡിവൈഡഡ് ബൈ എ ഇൻടു തീറ്റ എന്നും കൂടെ എഴുതാം. തീറ്റ എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഇതുപോലെയാണ് ഷേപ്പ് ചേഞ്ച് വന്നിട്ടുണ്ടായിരിക്കുക. റൈറ്റ്, ഈ ഡിസ്റ്റൻസിനെയാണ്, ഈ ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത്. ഇതിനെയാണ് എൽ എന്ന് പറയുന്നത്. സ്ട്രെയിനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ആംഗിൾ തീറ്റ. ഓക്കെ, അപ്പോ we can either write delta x divided by L or you can write it as theta also. Okay, ഇതാണ് രണ്ടാമത്തേത് റിജിഡിറ്റി മോഡുലസ്. നമ്മൾ ഇത്തവണത്തെ കരിക്കുലം അനുസരിച്ച് റിജിഡിറ്റി മോഡുലസ് നമുക്ക് പഠിക്കാൻ അത്ര ഇല്ല. നമ്മൾ ജസ്റ്റ് ഡെഫിനിഷൻ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. മൂന്നാമത്തേത് ബൾക്ക് മോഡുലസ്. അതിന് നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ട് കേട്ടോ. ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. യങ്സ് മോഡുലസ് എന്തായിരുന്നു? റേഷ്യോ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഷിയർ മോഡുലസ് എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ഷിയറിംഗ് സ്ട്രെസ് ടു ഷിയറിംഗ് സ്ട്രെയിൻ. ഇനി ബാക്കിയുള്ള സ്ട്രെസ്സും സ്ട്രെയിൻ എന്തായിരുന്നു? വോള്യൂമെട്രിക് സ്ട്രെസ് ആൻഡ് വോള്യൂമെട്രിക് സ്ട്രെയിൻ ആണ് അല്ലെ. അപ്പൊ വോള്യൂമെട്രിക് സ്ട്രെസ് ടു വോള്യൂമെട്രിക് സ്ട്രെയിന്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ക്യാപിറ്റൽ ബി എന്നാണ് നമ്മൾ അതിന്റെ സിമ്പിൾ പൊതുവെ ഉപയോഗിക്കാറുള്ളത്. ബൾക്ക് മോഡുലസ് വിൽ ബി ഈക്വൽ ടു അഗെയിൻ വോള്യൂമെട്രിക് സ്ട്രെസ് എന്ന് പറയുന്നത് എഫ് ഡിവൈഡഡ് ബൈ എ ഡിവൈഡഡ് ബൈ വോള്യൂം സ്ട്രെയിൻ എന്താണ്? മൈനസ് ഡെൽറ്റ വി
divided by V. That V will be going up. ഇവിടെ നെഗറ്റീവ് സൈൻ ഉപയോഗിക്കുന്നതിന്റെ കാരണം നമ്മൾ സ്ട്രെയിൻ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു, നമ്മളൊരു ഈ വോളിമെട്രിക് സ്ട്രെസ് എപ്പോഴാണ് വരുന്നത്, അല്ലെങ്കിൽ വോളിമെട്രിക് സ്ട്രെയിൻ എപ്പോഴാണ് വരുന്നത്, ഒരു ലിക്വിഡിനകത്ത് നമ്മളൊരു സോളിഡ് ഇമേഴ്സ് ചെയ്യുകയാണെങ്കിൽ from all the directions a force will be acting on the solid and the volume of the solid will decrease. There is no possibility of increase in volume. Volume is going to decrease only. ആ decrease എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മൈനസ് ഡെൽറ്റ വി എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അത് കൂടാതെ ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ആരാണ്? ലിക്വിഡ് is applying the force, അല്ലെ? ഫോഴ്സ് ലിക്വിഡ് ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോഴ്സ് is applied by the liquid. ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് എഫ് ഡിവൈഡഡ് ബൈ എക്ക് ലിക്വിഡിന്റെ കേസിൽ നമുക്ക് പ്രഷർ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഫോഴ്സ് ബൈ ഏരിയക്ക് പകരം ഇറ്റ് ഈസ് ആക്ച്വലി എഫ് ഡിവൈഡഡ് ബൈ എ ഡിവൈഡഡ് ബൈ മൈനസ് ഡെൽറ്റ വി ബൈ വി ആണ്. ഈ എഫ് ഡിവൈഡഡ് ബൈ എക്ക് പകരമായിട്ട് പലപ്പോഴും നമുക്ക് പ്രഷർ എന്ന് എഴുതാൻ പറ്റും. സോ ബൾക്ക് മോഡുലസിന് മറ്റൊരു ഫോർമുലയുണ്ട്, പി വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി. There will be a negative sign to indicate that increase in pressure will decrease the volume. Okay, so bulk modulus of elasticity in the equation ആണ് minus PV divided by delta V. Bulk modulus നും SI യൂണിറ്റ് വരുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ തന്നെയാണ്. കാരണം എല്ലാ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും റേഷ്യോ ഓഫ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ആണ്. സ്ട്രെയിനിന് പ്രത്യേകിച്ച് യൂണിറ്റ് ഒന്നുമില്ല, സ്ട്രെസ്സിന്റെ യൂണിറ്റ് ആണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ യൂണിറ്റ് ആയിട്ടും വരുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് രണ്ട് കുഞ്ഞു കാര്യങ്ങളാണ്. ഒന്നാമത് ഹൂക്സ് ലോ ഓഫ് ഇലാസ്റ്റിസിറ്റി, വിതിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ഓർ റേഷ്യോ ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ വിൽ ബി എ കോൺസ്റ്റന്റ് ആൻഡ് ദാറ്റ് കോൺസ്റ്റന്റ്സ് നെയിം ഇസ് modulus of elasticity. There were three different types of stress and strain. So based on which ratio of stress and strain we are taking, we can give three different names for modulus of elasticity. എന്തൊക്കെയായിരുന്നു അത്? Young's modulus of elasticity. എപ്പോഴാണ് നമ്മൾ ആ പേര് കൊടുക്കുന്നത്? If you are taking the ratio of longitudinal stress to longitudinal strain. ഇനി രണ്ടാമത്തെ പേരാണോ ഷിയർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ റിജിഡിറ്റി മോഡുലസ്. എപ്പോഴാണ് നമ്മൾ ആ പേര് കൊടുക്കുന്നത്? ഇഫ് യു ആർ ടേക്കിംഗ് റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ. ഇനി ബൾക്ക് മോഡുലസ് എപ്പോഴാണ് എടുക്കുന്നത്? ബൾക്ക് മോഡുലസ് എടുക്കുന്നത് ഇഫ് യു ആർ ടേക്കിംഗ് ദ റേഷ്യോ ഓഫ് വോളിമെട്രിക് സ്ട്രെസ് ടു വോളിമെട്രിക് സ്ട്രെയിൻ. ഈ മൂന്ന് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെയും ഫോർമുലാസ് പഠിച്ചു വെക്കണം. ബൾക്ക് മോഡുലസും യങ്സ് മോഡുലസും ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് നമുക്ക് പഠിക്കണം. കാരണം നമ്മുടെ കരിക്കുലത്തിന് ഇത്തവണ മെൻഷൻ ചെയ്തിരിക്കുന്നത് രണ്ട് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി മാത്രമാണ്. ഷിയർ മോഡുലസ് നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, അത് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും ഇത്തവണത്തെ കരിക്കുലത്തിൽ ഇല്ല. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പലപ്പോഴും 3 മാർക്ക് ക്വസ്റ്റൻ ഒക്കെ ആയിട്ട് ചോദിക്കാറുള്ളതാണ് സ്ട്രെസ് സ്ട്രെയിൻ കർവ്. സ്ട്രെസ്സും സ്ട്രെയിനും ഉപയോഗിച്ചിട്ടുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. അതിൽ ഗ്രാഫിൽ ഓരോ പോയിന്റ്സും റെപ്രസെന്റ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്നുള്ളത് അത് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടാം. അതോടുകൂടി നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ തിയറി പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാണ്. അതുകൊണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലുള്ള എക്സസൈസ് ക്വസ്റ്റൻസ് ഒന്ന് സോൾവ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ ടു ഓൾ ഓഫ് യു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാൻ മറക്കരുത് കേട്ടോ.